കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം മുകേഷ് കാഴ്ചവെച്ചിട്ടുണ്ട്. പറയത്തക്ക വലിയ വികസനങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. LDF-ന്റെ ഒരു ജനത്തിന്റെ ഒരു ഇഷ്ടമായോണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. എന്റെ ആഗ്രഹം എന്റെ ആഗ്രഹം BJP ജയിക്കണമെന്ന്. അതുകൊണ്ടെന്ന് വെച്ചാൽ ജനങ്ങളെല്ലാം പൊറുതിമുട്ടി, പെൻഷനില്ല. നമ്മൾ കുടുംബമായിട്ട് നമ്മൾ കോൺഗ്രസ് ആണ്, പറയുന്നതിന് ഒരു മാനക്കേടും ഇല്ല. മാത്രം അയാളെ കാണുന്നതിന് ആരെയും സപ്പോർട്ട് വേണ്ട. ഒന്ന്. രണ്ടാമത് എവിടെ തീ കത്തിച്ചാലും അയാൾ അവിടെ കാണും. ഡൽഹി ചെന്നോ ഒന്നാണ്. ഇവരിപ്പോ ഇവിടെ കിടന്ന് അടികൂടി അവിടെ ചെന്നിട്ട് ഒന്നായിട്ട് ഇവിടെ ഒരു കാര്യം സാധിക്കാനില്ല. നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ അതാകുമ്പോ അവിടെ ചെന്ന് കാശിന് കാല് മാറൂല്ലെന്നുള്ളൊരാളുണ്ട്. ഞാൻ അങ്ങനെ അഭിപ്രായം പറയുന്നില്ല. ഞാൻ എല്ലാ പാർട്ടിയിലും ഉള്ള 3 പാർട്ടിയിലും ഉണ്ടോ? പുതിയ ഒരാൾ അവിടെ പോയി കഴിഞ്ഞാൽ ഭാഷയും ലാംഗ്വേജും അറിയാൻ പറ്റാത്ത ആള് എന്ത് പറയും? എവർക്കും ഹൃദ്യമായ നമസ്കാരം. പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങളിപ്പോൾ ഉള്ളത് കൊല്ലം മണ്ഡലത്തിലാണ്. ഈ കൊല്ലം മണ്ഡലത്തിൽ നമ്മൾ ആദ്യ ഒരു സർവേ നടത്തിയിരുന്നു. ആ സമയത്ത് UDF-ഉം LDF-ഉം മാത്രമായിരുന്നു മത്സരരംഗത്തുള്ളത്. ഇപ്പോൾ BJP-യും കൂടി മത്സരരംഗത്തേക്ക് വരുമ്പോൾ അത് എന്തെങ്കിലും തരത്തിലുള്ള ചലനം കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടാകുമോ? അതുപോലെ തന്നെ ഏതെങ്കിലും അട്ടിമറിക്കുള്ള സാധ്യത കൊല്ലം മണ്ഡലത്തിലുണ്ടോ എന്നുള്ളതാണ് നമ്മൾ വോട്ടർമാരോട് ചോദിക്കുന്നത്. നമുക്ക് വോട്ടർമാരോട് ചോദിക്കാം. മൊത്തത്തിലെ ഒരു ഇലക്ഷൻ വിലയിരുത്തൽ എങ്ങനെയായിട്ടാ ഇപ്പോഴത്തെ അവസ്ഥയിൽ? ഇപ്പോഴത്തെ അവസ്ഥയിൽ വിലയിരുത്തലെന്ന് പറഞ്ഞത് നമുക്ക് എല്ലാവരും പാർട്ടിക്കാരെല്ലാവരും ഒന്നേലാണെന്നുള്ളതാണ് മനസ്സിൽ. അപ്പം കേന്ദ്രത്തിൽ ഇരിക്കാൻ കൊള്ളാവുന്ന ആളെ തെരഞ്ഞെടുക്കും, അത്രേ ഉള്ളൂ. മൂന്ന് പേര് ആരെയെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ അഭിപ്രായം പറയുന്നില്ല. ഞാൻ എല്ലാ പാർട്ടിയിലും ഉള്ള 3 പാർട്ടിയിലും ഉണ്ടോ? രാവിലെ ഒരു കമ്മിറ്റിക്ക് അങ്ങനെ കൂടും. പിന്നെ നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റിന്റെ കൂടെയുള്ള ഏർപ്പാടല്ല നിൽക്കുന്നത്. ആണോ? അപ്പൊ ഈ ബാക്കി 2 പേർക്കും ചേട്ടാ വോട്ട് കുത്തത്തില്ല. ഇപ്പൊ അവര് തിരിച്ചറിയും. ഇപ്പൊ അവരിത് കാണുമ്പോ മനസ്സിലാക്കും ചേട്ടൻ ബാക്കിയുള്ള 2 പേരെ ചതിക്കുവാന്ന്. അങ്ങനെയല്ല, അങ്ങനെയൊന്നുമല്ല. മനസ്സ് ഇടതുപക്ഷത്തോടൊപ്പം അങ്ങനെയാണ് നമ്മൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന. അങ്ങനെയാ. ആണോ? പിന്നെ ആ അഭിപ്രായത്തിലാണ് നമ്മൾ ആ പാർട്ടിയിൽ നിൽക്കുന്ന ആളാ. ഇതുവരെ അതിനോടൊപ്പമാണ് നിൽക്കുന്നത്. നാളെ എന്ത് വേണമെങ്കിലും മാറാല്ലേ? അതൊക്കെ അങ്ങനെ ആള് മോശമാണെന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. പാർട്ടി മോശമാണെന്ന് പറയണമെങ്കിൽ പിന്നെ അത് നിന്നിട്ടും കാര്യമില്ല എന്നുള്ള ഒരു അഭിപ്രായം സ്ഥിതിയിൽ LDF അത് തന്നെയാണ് വരുന്നത്. ശരി, ഓക്കെ. നിലവിലെ സാഹചര്യം വെച്ചിട്ട് കൊല്ലം പാർലമെന്റിലോട്ട് ത്രികോണ മത്സരമാണോ? ആർക്കാണോ സാധ്യത ഉള്ളത്? കൊല്ലം പാർലമെന്റില് ഒരു വോട്ടെങ്കിലും കൂടുതൽ കിട്ടുന്നത് ജയിക്കും. അതങ്ങനെയാണ് എല്ലാം മണ്ഡലത്തിൽ. എന്നാല് ഇവിടെ ഒരു നേരിയ മുൻതൂക്കം ഉള്ളത് ആർക്കാണ്? മുൻതൂക്കം MK പ്രേമേന്ദ്രൻ ജയിക്കും. UDF. അത് എന്തുകൊണ്ടാണ് UDF തന്നെയാണ് പറയാൻ? അയാളൊരു നല്ല പാർലമെന്റിയൻ ആയതുകൊണ്ട്, അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും നോക്കേണ്ടതല്ല. അയാളൊരു നല്ല വ്യക്തിയാണ്. പാർലമെന്റില് എല്ലാ ഹാജര് കൂടുതലുള്ള നല്ലൊരു വ്യക്തി ആയതുകൊണ്ട് ജയിക്കും. അദ്ദേഹത്തിനാണ് സാധ്യത. മുകേഷ് ജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം കൊല്ലത്ത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ജയിക്കണം? ഒരു അട്ടിമറി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്? അട്ടിമറി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാല് 10 വർഷമായിട്ട് പ്രേംകുമാർ ഇവിടെ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയത്തക്ക വലിയ വികസനങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹമാണ്. പ്രേമേന്ദ്രന്റെ ഭാഗത്തുനിന്ന് നിലവിലെ സിറ്റിംഗ് MPയുടെ ഭാഗത്തുനിന്ന് യാതൊരു വികസനങ്ങളും ഇവിടെ ഇല്ല. അതുകൊണ്ട് അദ്ദേഹം വരണമെന്ന് എടുത്തു പറയാൻ പറ്റിയ വലിയ വികസനങ്ങൾ എന്താണ് ഇവിടെ കാണാൻ പറ്റുന്നത്? അതുകൊണ്ട് ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കും. മുകേഷ് നമ്മുടെ ആഗ്രഹം ആര് ജയിക്കണമെന്നാണ്? എന്റെ ആഗ്രഹം കൃഷ്ണകുമാർ ജയിക്കണം. BJP ജയിക്കണമെന്നാണ്. അത് എന്തുകൊണ്ടാണ് അദ്ദേഹം ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? അതുകൊണ്ടെന്ന് വെച്ചാൽ ജനങ്ങളെല്ലാം പൊറുതിമുട്ടി, പെൻഷനില്ല. മറ്റേ എല്ലാ ജനങ്ങളും ഏത് തരത്തിലാണെങ്കിലും അവർക്ക് ആ ഒരു ചേഞ്ച് അവർ ആഗ്രഹിക്കുന്നുണ്ട്. മാറ്റം വരാൻ വേണ്ടി ഇവിടെ MK പ്രേമേന്ദ്രൻ ജയിക്കാനാണ് സാധ്യത. UDF. എന്തുകൊണ്ടാണ് അദ്ദേഹം തന്നെ ജയിക്കുമെന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അയാൾ നാട്ടിന് വേണ്ടി എല്ലാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. മാത്രമല്ല രാഷ്ട്രീയ ഭേദമന്യേ അയാൾ എല്ലാ കാര്യത്തിലും ബന്ധപ്പെടുന്ന ആളാണ്. മാത്രം അയാളെ കാണുന്നതിന് ആരെയും സപ്പോർട്ട് വേണ്ട. ഒന്ന്. രണ്ടാമത് എവിടെ തിരി കത്തിച്ചാലും അയാൾ അവിടെ കാണും. 2. പിന്നെ ജനങ്ങളുടെ എല്ലാ കാര്യത്തിലും ഇറങ്ങി ബന്ധപ്പെടുന്ന ഒരാളാണ് MK പ്രേമേന്ദ്രൻ. ഞങ്ങളൊക്കെ വിഭിന്ന രാഷ്ട്രീയക്കാരാണെങ്കിൽ പോലും അയാൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ UDF സ്ഥാനാർത്ഥി നമ്മൾ വോട്ട് ചെയ്യുന്ന UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും. അദ്ദേഹം ജയിക്കുമെന്നാണ് ഉറപ്പ്. ചേട്ടാ, കൊല്ലം പാർലമെന്റ് മണ്ഡലം ആരോടൊപ്പം ആയിരിക്കും? LDF, UDF, BJP? ഇപ്പോഴ് LDF-നോട് കൂടെ വരാനാണ് സാധ്യത. പ്രതീക്ഷയുണ്ട്. എന്തുകൊണ്ടാണ് LDF കിട്ടുന്നത്? കാരണം ആ രീതിയിലുള്ള പ്രവർത്തനം കൊല്ലം
നിയമസഭാ മണ്ഡലത്തിൽ നല്ല രീതിയിലൊരു പ്രവർത്തനം മുകേഷ് കാഴ്ചവെച്ചിട്ടുണ്ട്. MLA MLA എന്ന നിലയിൽ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. അന്നേരം ആ ഒരു നിലയിൽ അതിൻ്റെ ഒരു പ്രതിഫലനം എന്തായാലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ LDF അതെ പ്രതീക്ഷയുണ്ട്. ഇവിടെ പ്രേമേന്ദ്രൻ അതെന്തുകൊണ്ടാണ് അദ്ദേഹം തന്നെയാണെന്ന് പറയാൻ കാരണം? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം പറ്റി നോക്കുമ്പം അയാൾ 10-20 വർഷക്കാലമായിട്ട് MP ആയിട്ട് പാർലമെന്റിൽ ചെയ്ത പ്രഭവം നല്ല പ്രവർത്തനമാണ്. പുതിയ ഒരാൾ അവിടെ പോയി കഴിഞ്ഞാൽ ഭാഷയും ലാംഗ്വേജും അറിയാൻ പറ്റാത്ത എന്ത് പറയും? ഒരു ഭാഗം ആൾക്കാർ പറയുന്നുണ്ട് അത്രയ്ക്ക് വികസനം ഈ സമയത്ത് വികസനം ഈ പാർലമെന്റ് MP എന്ന നിലയ്ക്ക് ഈ പ്രേമേന്ദ്രൻ എല്ലാ മൂലയിലും എന്ത് പ്രശ്നം ഉണ്ടായാലും ഈ പാർലമെന്റ് മണ്ഡലത്തിൽ എല്ലാ കാര്യങ്ങൾക്കും അയാളുണ്ടായിരുന്നു. ശക്തനായ ഒരു നേതാവാണ്. 100% അയാൾ നല്ല ഒരു ഹെൽത്ത് ജയിച്ചു. അദ്ദേഹത്തിന് തന്നെയാണ് സാധ്യത. ഇടതുപക്ഷത്തോടൊപ്പം ആയിരിക്കും, മുകേഷ് ആയിരിക്കും. അതെന്തുകൊണ്ടാണ് അദ്ദേഹമാണെന്ന് പറയാൻ? അല്ല നമ്മള് ആ പാർട്ടി ആയതുകൊണ്ട്. ചേട്ടൻ ഇടതുപക്ഷക്കാരനാണ്. ഇടതുപക്ഷം ഹൃദയപക്ഷം, അതുകൊണ്ട് അവർ ജയിക്കുന്നതാണ് ആഗ്രഹിക്കുന്നത്. ചേട്ടൻ പറയാൻ സാധിക്കുമോ? പ്രേമേന്ദ്രൻ, UDF പ്രേമേന്ദ്രൻ. എന്തുകൊണ്ടത്? 100% ഉറപ്പ്. ആണോ? 100% ഉറപ്പ്. രണ്ടുപേരോട് ഒരുമിച്ച് വന്നതാണോ? അല്ലല്ലോ, അല്ല, രണ്ടായിട്ട് വന്നിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പൊ അടി പൊട്ടിയാണ്. BJP UDF ആണ്. ഞാൻ കുടുംബപരമായിട്ട് ഞങ്ങൾ UDF ആണ്. എൻ്റെ അനിയത്തിയൊക്കെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. നമ്മൾ കുടുംബമായിട്ട് നമ്മൾ കോൺഗ്രസ് ആണ്. പറയണേന്ന് ഒരു മാനക്കേടും ഇല്ല. നീ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല? MK പ്രേമേന്ദ്രൻ തന്നെ. പിന്നെ അല്ലാതെ ഭൂരിപക്ഷം നീ എത്ര നോക്കിയാൽ മാത്രം അത്ര നോക്കിയാൽ അത് ചാനലിൽ അത് എനിക്കൊന്ന് വൈകിട്ട് കാണണം. MK പ്രേമേന്ദ്രൻ, മുകേഷ്, കൃഷ്ണകുമാറും അങ്ങനെയൊന്നുമില്ല. അങ്ങനൊന്നുമില്ല. ആര് ജയിച്ചാലും നമുക്കൊരു രാഷ്ട്രീയം ഇല്ല. ഒന്നുമില്ല. ആര് ജയിച്ചാലും നല്ലോണം ഭരിക്കണം, അത്രേ ഉള്ളൂ. നമ്മളെന്തായാലും കോപ്പി തന്നെയാണോ? ഈ കോപ്പി പേസ്റ്റ് തന്നെയാണോ? ഒന്നുമില്ല. ആര് ജയിച്ചാലും നല്ലത് തന്നെ ചെയ്യണം. അല്ലാതെ LDF ആണോ UDF ആണോ BJP ആണോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ആരോടൊപ്പം മുകേഷ് ഉണ്ട്, കൃഷ്ണകുമാറുണ്ട്, മുകേഷ് MK പ്രേമേന്ദ്രൻ. മുകേഷ് തന്നെയാണ്. അത് എന്തുകൊണ്ടാണ് മുകേഷ് എന്ന് പറയുന്നത്? അവരുടെ ഒരു LDF ഒരു ജനത്തിന്റെ ഒരു ഇഷ്ടമായോണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. LDF ആയിരിക്കും, മുകേഷ് ആയിരിക്കും. എനിക്കും തോന്നുന്നു. ഇത് തന്നെ നമുക്ക് തന്നെയാണ്. ചിലപ്പോ K പ്രേമേന്ദ്രനാവാൻ സാധ്യതയുണ്ട്. ആണോ? ആകെ പ്രശ്നം കൂട്ടുകാരാണോ? തീർന്നു. ഇല്ല നമുക്ക് തമ്മിൽ പ്രശ്നമൊന്നുമില്ല. ആണോ? ആര് പറഞ്ഞ മുഖത്തൊണ്ടെന്ന് പ്രശ്നമാവും? നീ എനിക്കൊരു തീർന്നെന്നാ പറഞ്ഞത്. ഇല്ല, എനിക്ക് ഒരു പാർട്ടി ഇല്ല. പക്ഷെ നമുക്ക് MK പ്രേമേന്ദ്രനാണ് ഇഷ്ടം. അതായത് പുള്ളി നല്ല നല്ല പ്രവർത്തനങ്ങളാണല്ലോ ചെയ്തത്. പറഞ്ഞ വാക്കുകളെല്ലാം പാലിച്ചിട്ടുള്ള ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. ആയിരിക്കും ജയിക്കുന്നത്. നമ്മൾ MK പ്രേമേന്ദ്രനോടൊപ്പമാണ്. നമ്മുടെ മുകേഷ് മേലെ ഈ കിണറ്റിലൊക്കെ ഇറങ്ങുന്ന പണിയാ. എനിക്കിപ്പോ ഒരു പൂച്ച വീണ് അതിലൊരു കിണറ്റിൽ പോയി എത്തിച്ചു വരുമോ? വോട്ടിടാൻ പോകും. ആ സമയത്ത് തീരുമാനിക്കും എങ്ങനെ ഉണ്ടെന്ന്. ഇലക്ഷന്റെ പൊസിഷനും കാര്യങ്ങളും നോക്കും. ഇപ്പോഴത്തെ ഗ്രാഫ് നോക്കിയിട്ട് ആ ഗ്രാഫിന്റെ ലെവലനുസരിച്ച് LDF UDF ND എന്നുള്ളത് അതായത് ലാസ്റ്റ് മൊമെന്റിലായിരിക്കും ഞാനും വൈഫും തീരുമാനിക്കും. എന്റെ മോനും ഞങ്ങളെല്ലാവരും. സമയത്ത് ബൂത്ത് അടച്ചു പോകാൻ വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെ ബൂത്ത് അങ്ങ് അടച്ചു പോയാലേ ലാസ്റ്റ് മൊമെന്റ് തീരുമാനിച്ചു? അല്ല, അങ്ങനെ അടയ്ക്കും. നമുക്കൊരു മൈനർ ഡിസിഷൻ ഉണ്ടാവുമല്ലോ. കൊല്ലത്ത് ജയിക്കുന്നതാ പ്രേമേന്ദ്രൻ. ആണോ? അതെന്തുകൊണ്ട് അമ്മ അത്ര സന്തോഷത്തോട് പറയുന്ന പ്രേമേന്ദ്രനാണ്? മുകേഷിനെ, കൃഷ്ണകുമാറിനെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. എന്നാലും പൊതുവെ ഒരു സംസാരം പ്രേമേന്ദ്രനാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ്. കൊല്ലത്ത് ആരാണ് ജയിക്കുന്നത്? പ്രേമേന്ദ്രൻ, കൃഷ്ണകുമാർ, മുകേഷ്. പ്രേമേന്ദ്രൻ ജയിക്കുന്ന എല്ലാരും ആണോ? അമ്മയുടെ ആഗ്രഹം അതാണോ? എന്റെ ആഗ്രഹം അതല്ല. അമ്മയുടെ ആഗ്രഹം എന്താ? എന്റെ ആഗ്രഹം BJP ജയിക്കണമെന്നാണ്. കൃഷ്ണകുമാർ ജയിക്കണമെന്നാണോ? അതെന്തുകൊണ്ടാണ് അമ്മ BJP ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? നമുക്കിപ്പോ എന്തുകൊണ്ടായാലും BJPയുടെ നല്ല പ്രവർത്തനം തോന്നുന്നു. അതുകൊണ്ട് ഞാൻ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ്. പക്ഷെ ഇപ്പോഴും ഞാൻ അത് BJP ഭരണം കൊണ്ടാണോ? കേരളത്തിന്റെ ഭരണം കൊണ്ട് തന്നെ. അതുകൊണ്ടാണ്. കേരളത്തിന് ഇപ്പൊ ഞാൻ പാർട്ടി ആണെങ്കിൽ ഇപ്പൊ ഭയങ്കര അഴിമതി നടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ആ പാർട്ടി ശരി. മഴ വന്നിട്ട് പോയി. പക്ഷെ അത് ഭയങ്കര ചൂടിലേക്ക് വന്നു. അപ്പൊ ഈ ഇലക്ഷന്റെ ചൂടുണ്ടോ ഇവിടെ? ഇലക്ഷന്റെ ചൂടും ഉണ്ട്. ഈ ചൂടത്ത് ആരോടൊപ്പം ആയിരിക്കും ചേട്ടന്റെ മനസ്സ്? BJP UDF LDF കൃഷ്ണകുമാർ, മുകേഷ്, MK പ്രേമേന്ദ്രൻ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആരോടൊപ്പം? ശരിയായിട്ട് പറയുകയാണെങ്കിൽ വ്യക്തികളെ നോക്കുകയാണെങ്കിൽ പറയാം. അത് മതി. അല്ല, എനിക്ക് രാഷ്ട്രീയത്തിനുള്ള താല്പര്യമില്ല. എനിക്ക് സിനിമ നടന്നുള്ളതല്ല. എനിക്ക് MK പ്രേമേന്ദ്രൻ സാർ എന്നൊക്കെ പറയുന്നല്ലേ
വലിയൊരു കഴിവുള്ള ഒരാളാണ്. സംസാരിക്കാൻ നല്ലൊരു പ്രാസംഗികനും ഇംഗ്ലീഷ് സ്പീച്ച് ചെയ്യാനും ഒക്കെ കഴിവുള്ള ആളാണ്. അത്രയൊന്നും മുകേഷിനെ കാണാൻ സിനിമ നടനല്ലേ അദ്ദേഹം അല്ലേ, അദ്ദേഹം ഒരു സിനിമ നടനല്ലേ. പിന്നെ കൃഷ്ണകുമാറും ഒരു സിനിമ നടന. അങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരു പാർട്ടിയായിട്ടല്ല, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ പ്രേമേന്ദ്രൻ സാറിനോട് തന്നെയാണ് നമ്മുടെ മനസ്സ് ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്താ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ജയിച്ചു കഴിഞ്ഞാൽ ചെന്നെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാനും നേടാനും ഒക്കെ അദ്ദേഹത്തിന് സാമർഥ്യമൊക്കെ ഉള്ള ഒരാളാണ്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമല്ല ആരെ, ആര് വേണമെങ്കിലും ജയിക്കട്ടെ. ഇല്ലല്ല, ജയിക്കട്ടെ, മുകേഷ് ജയിക്കട്ടെ. LDF ജയിക്കട്ടെ. അതെന്തുകൊണ്ടാണ് മുകേഷ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? അതുകൊണ്ടല്ല, ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ അതാകുമ്പോ അവിടെ ചെന്ന് കാശിന് കാല് മാറൂലെന്നുള്ളൊരു ഉറപ്പ്. ഇവിടുന്ന് കോൺഗ്രസ് പോയി കഴിഞ്ഞാൽ അതിപ്പോ അവരൊക്കെ വിലയിട്ട് കയറിട്ട് വെച്ച് 12 വരെ ഒരു വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നതല്ലേ പറയുന്നു. അതുകൊണ്ട് LDF വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ 12 വരെ കേരളത്തിൽ നിന്നാണോ വിലയിട്ട് വാങ്ങിയിരിക്കുന്നത്? അല്ലേ, ആണോ? അത് ആരൊക്കെയാണെന്നാണ് ആരൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞു, നിങ്ങളല്ലേ അങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ടല്ലേ? അങ്ങനെ അതൊക്കെ നേരത്തെ പറഞ്ഞല്ലേ. ഇത് ഇവിടെ 12 പേര് ഇപ്പൊ പരസ്യമായി തന്നെ പറഞ്ഞില്ലേ, ഞങ്ങൾ അവിടെ നാളെ അവരുടെ കൂടെ പോയതോ അല്ലെ ഇവരുടെ കൂടെ പോയതോ. രാഷ്ട്രീയം ഓക്കെ, അവർക്ക് ഇഷ്ടപ്പെട്ട വല്ല ഓരോ ഏതിലും നിൽക്കാം. അതായത് NK പ്രേമേന്ദ്രൻ മോദിയായിട്ട് പ്രധാനമന്ത്രിയായിട്ട് ഭക്ഷണം കഴിച്ചത് ഇലക്ഷൻ തിരിച്ചടിയാവും. അയാൾ മാത്രമല്ലല്ലോ, 7 പേര് കഴിച്ചത് 2 പേര് അവരുടെ സ്ഥാനാർത്ഥിയായിപ്പോ. ഇനി അങ്ങനെ പിന്നെ അയാൾ തീരുമാനിക്കണം. അയാൾക്ക് ആവുമ്പോഴത്തെ പിന്നെ അവരുടെ പാർട്ടി ചേർന്നാല് NDAയിൽ ഒരു സഖ്യാക്ഷി കൂടെ വരുന്നതിൽ കുഴപ്പമില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ LDF ആയിരിക്കും ജയിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ജയിച്ചാലും ഇപ്പൊ എന്റെ ആഗ്രഹം എന്നുള്ളതല്ല, നമ്മളെ വോട്ട് മുകേഷിന് കൊടുക്കാൻ തീരുമാനിച്ചു, അത്രയേ ഉള്ളൂ. അത് ആർക്കും ഇഷ്ടപ്പെടാം, നമ്മളെ വീട്ടുകാർക്ക് വേണമെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കാം. ഈ കാരണത്താലാണ് പക്ഷെ ഈ കാരണം എന്നുള്ളതല്ല, ഓരോരുത്തർക്കും അവരവരുടെ കാഴ്ചപ്പാട്, നമ്മളെ കാഴ്ചപ്പാട് അതാണ്. ഓക്കെ. നിലവിലെ സാഹചര്യത്തില് ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആരോടൊപ്പം ആയിരിക്കും കൊല്ലം നിൽക്കുന്നത്? കൊല്ലം BJPയോടെ ആയിരിക്കും. കൃഷ്ണമാനോടൊപ്പം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവര് രണ്ടുപേരും ഇവര് ഇടതുപക്ഷം ജയിച്ചാലും വലതുപക്ഷം ജയിച്ചാലും അവിടെ ചെന്ന് ഇവർ ഡൽഹി ചെന്ന് ഒന്നാണ്. ഇവരിപ്പോ ഇവിടെ കിടന്ന് അഴികൂടി അവിടെ ചെന്നിട്ട് ഒന്നായിട്ട് ഇവിടെ ഒരു കാര്യം സാധിക്കാനില്ല. ഇവിടെ കൃഷ്ണകുമാർ തന്നെ കാരണം BJP ആണ്, നരേന്ദ്ര ദാമോദാസ് മോഡിയാണ് ഇനി അധികാരത്തിൽ വരുന്നത്. അപ്പൊ ഇവരവിടെ പോയിട്ട് യാതൊരു കാര്യമില്ല. ഇവര് അവിടുന്ന് ഇന്ത്യക്കാരെ തട്ടും കൊണ്ടുകൊണ്ട് അവിടെ ഇരിക്കാനേ പറ്റൂ, അല്ല വേറെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അല്ല ഇത്രയും നാളായിട്ടും അല്ല വേറെ പ്രയോജനം ഒന്നും വന്നിട്ടുമില്ല കേരളത്തില്. കേരളത്തിലെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ BJP അധികാരത്തിൽ വരണം, കൃഷ്ണകുമാർജി ജയിക്കണം. ഇതാണ് എന്റെ ആഗ്രഹം. എന്റെ വോട്ട് BJPക്ക്. എന്തുകൊണ്ടാണ് മുകേഷ് എന്ന് പറയുന്നത്? നമ്മള് പൊതുവെ അങ്ങനെ നമ്മുടെ LDF-കാരനാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം ജയിക്കണം. യൂത്തിന്റെ അഭിപ്രായം ചോദിക്കാം. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊല്ലത്ത് LDF, UDF, BJP ആരോടൊപ്പമാണ് കൊല്ലം നിലനിൽക്കുന്നത്? മുകേഷാണ്, LDF ആണ്. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? നമ്മള് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം നിർത്താൻ ആഗ്രഹിക്കും. വേറെ ഒരു കാര്യമില്ല, വേറെ ശക്തനായ പാർട്ടി പ്രവർത്തനം, അതുകൊണ്ടാണ്. അഭിപ്രായം പറയാം ഇല്ല, രാഷ്ട്രീയമായതുകൊണ്ടാണ്. രാഷ്ട്രീയപരമായിട്ടും വ്യക്തിപരമായിട്ടും ഒന്നും ഇഷ്ടമല്ല. ആരോടൊപ്പമാണ് കൊല്ലത്തിന്റെ മനസ്സ്? കൊല്ലം ആരോടൊപ്പമാണ്? രാഷ്ട്രീയപരമായിട്ട് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഭയങ്കര കീഴോട്ട് വന്നുകൊണ്ടിരിക്കും. രാഷ്ട്രീയപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് നല്ല രീതിയിൽ കീഴോട്ട് വന്നോണ്ടിരിക്കും. ഭരണം ഇല്ല, അങ്ങനെ അറിയാലോ. അതായത് കേരളത്തിന്റെ ഭരണത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്നാണ്. ഓൾറെഡി ഇപ്പൊ ഭരിക്കുന്ന നല്ല രീതിയിലല്ല. അപ്പൊ അതുകൊണ്ട് പാർട്ടി ബേസിൽ ഒരു രാഷ്ട്രീയത്തിനോട് പുറത്തുനിന്നില്ല. കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും നിലവിലെ സാഹചര്യത്തിൽ ആരും ജയിക്കണം എന്നൊരു ആഗ്രഹമില്ല. ഇല്ല, ആര് ജയിച്ചാലും പ്രശ്നം ഒരു പ്രശ്നമില്ല, നമുക്കൊരു പ്രയോജനമില്ല, ജയിച്ചിട്ട് പ്രയോജനമില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ ഉള്ളവരല്ല, പാരിപ്പള്ളിയിലുള്ളവരാണ്. കൊല്ലത്തല്ലേ വോട്ട്? കൊല്ലം പാർലമെന്റിലാണ്. അപ്പൊ നിലവിലെ സാഹചര്യത്തിൽ അമ്മയുടെ മനസ്സാരോടൊപ്പമാണ്? LDF, UDF, BJP? അങ്ങനെയില്ല, ഞാൻ അതൊന്നും പറയത്തില്ല. ആണോ? അതൊക്കെ സ്വന്തം ഇതാ, ആരുടെ പറയത്തില്ല. ആരും ജയിക്കണം ആഗ്രഹം അതും പറയാം. ജയിക്കണം. ആര് ജയിക്കണം പറയത്തില്ലെന്നോ? നമ്മള് പറയൂ, ആരാഗ്രഹം ജയിക്കണം, ആര് ജയിക്കണം? ആര് ജയിച്ചാലും നല്ലത് ചെയ്യണം, നല്ലത് ചെയ്യണമെന്ന്. എന്നാൽ നമ്മുടെ ഒരു ആഗ്രഹം ഇന്ന ആള് ജയിക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഏത് പാർട്ടിയാലും കുഴപ്പമില്ല. നിലവിലെ സാഹചര്യത്തിൽ ആർക്കും ഒരു മുൻതൂക്കം ഉള്ളത്? ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറിക്കുള്ള സാധ്യത ഉണ്ടോ ഇവിടെ? അട്ടിമറി സാധ്യതയൊന്നും ഇവിടെ ഇല്ല. ഇവിടെ പഴയ MP തന്നെ ജയിക്കുന്ന തോന്നുന്നത്. പ്രേമേന്ദ്രൻ തന്നെയാണ്.
അത് എന്തുകൊണ്ടാണ് അദ്ദേഹം തന്നെ ജയിക്കുമെന്ന് പറയാനായിട്ട്? പുള്ളിയുടെ പ്രവർത്തന ശൈലി അത്രേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി കൊണ്ട്. ഇവിടെ നിലവിലെ സാഹചര്യത്തിലെ ഒരു അട്ടിമറിക്കുള്ള സാധ്യത കൊല്ലം മണ്ഡലത്തിലുണ്ടോ? ഒന്നുമില്ല ഒന്നുമില്ല. UDF തന്നെ നിലവിൽ നല്ല പ്രതിഷ്ഠ ജയിക്കും. അതെന്തുകൊണ്ടാണ് തറപ്പിച്ചു പറയാൻ സാധിക്കുന്നത്? അങ്ങനെ എല്ലാ ജാതി മതസ്ഥരെയും ഒരാളുടെ ഒരേപോലെ കണ്ട് എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്ന ആളാണ് പുള്ളിയെ കൊണ്ട് ഒരു ദോഷം എന്ന് പറയാനില്ല. അപ്പോൾ പുള്ളി തന്നെ ജയിക്കും. അതുകൊണ്ട് അദ്ദേഹം തന്നെ ജയിക്കും. ഇവിടുത്തെ സാധ്യത ഇവിടുത്തെ UDF-നാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അയാളുടെ വ്യക്തിത്വം ഒന്ന്, പിന്നെ രാഷ്ട്രീയത്തിലുപരി അയാൾ ജനങ്ങളുമായിട്ട് വലിയൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള അട്ടിമറി ഉണ്ടാവില്ല. അട്ടിമറി ഉണ്ടാകാൻ സാധ്യത ഇല്ല എന്നാണ് വിശ്വസിക്കുന്നത്. ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴെന്ന് വെച്ചാൽ പ്രേമേന്ദ്രൻ വെച്ചാൽ പാടാണ്. പ്രേമേന്ദ്രന്റെ പാടാണ്. പാടാം. ഇപ്പൊ പിന്നെ BJP സ്ഥാനാർത്ഥി നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുക. എല്ലാവരും കൊല്ലക്കാരാ. കൃഷ്ണകുമാറും കൊല്ലോ, പ്രേമേന്ദ്രൻ മുകേഷും കൊല്ലോ. ഇപ്പം പൊതുവുള്ള അഭിപ്രായം കൂട്ടുകാരൊക്കെ പറയുന്നത് മുകേഷ് രക്ഷപ്പെടുമെന്നാ പറയുന്നത്. അട്ടിമറി ഉണ്ടാവും, മുകേഷ് ജയിക്കുമെന്നാണോ പറയുന്നത്? അങ്ങനെയാ പറയുന്നത്. അത് BJP-യുടെ സ്ഥാനാർത്ഥി വന്നതുകൊണ്ടാണ് മാറ്റം വരുന്നത്. അദ്ദേഹം BJP-യുടെ സ്ഥാനാർത്ഥി വോട്ട് പിടിക്കുന്ന സമയത്ത് കോൺഗ്രസ് അയാൾ വോട്ട് പിടിക്കും. BJP സ്ഥാനാർത്ഥി വോട്ട് പിടിക്കും. അയാൾ അവിടെ ഉള്ളു സീരിയൽ നടനും സിനിമാ താരവും എല്ലാം കൂടെ അല്ലേ. അതുകൊണ്ട് തന്നെ വിശ്വാസം. ഈ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ആർക്കും ഒരു മുൻതൂക്കം ഉള്ളത് എന്തെങ്കിലും അട്ടിമറിക്കുള്ള സാധ്യതയുണ്ടോ? അട്ടിമറിക്കുള്ള സാധ്യതയില്ല. മുൻതൂക്കം പഴയ പോലെ നമുക്ക് UDF തന്നെയാണ്. NK പ്രേമേന്ദ്രനാണ് ചാൻസ് കാണുന്നത്. ഒരു തരത്തിലുള്ള അട്ടിമറിക്കുള്ള സാധ്യത. ഈ നിലവിലെ സാഹചര്യം വെച്ചിട്ട് ഒരു മുൻതൂക്കം ആർക്കാണ് ജയിക്കാൻ സാധ്യത? പ്രേമേന്ദ്രൻ. എന്തുകൊണ്ടാണ് പ്രേമേന്ദ്രൻ ആണെന്ന് പറയുന്നത്? 2 വർഷം തുടർച്ചയായിട്ട് പ്രേമേന്ദ്രൻ സാർ തന്നെയാണല്ലോ നിലവിലുള്ളത്. അത് തന്നെയാണ് പ്രതീക്ഷ ഉള്ളത്. നമ്മുടെ ഒരു ആഗ്രഹം ആര് ജയിക്കണോ? പക്ഷേ പാർലമെന്റ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടേ ഈ നിലവിലെ സാഹചര്യത്തിൽ ഏതെങ്കിലും അട്ടിമറിക്കുള്ള സാധ്യത ഉണ്ടോ? അതോ ഏത് മുന്നണിയായിരിക്കും ജയിക്കുക? അപ്പൊ UDF തന്നെ വരുമെന്നാണോ? അത് എന്തുകൊണ്ടാണ് അദ്ദേഹം തന്നെ വരണമെന്ന് കഴിവുള്ളവരാണ്. എപ്പോഴും ആദ്യത്തിനാണ് വിളിക്കാനും കിട്ടും. അതിന്റെ പേരിൽ അയാളാ കഴിവുള്ളവനാ. കഴിവുള്ള ഇത്രയോ തെളിയിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ വരണം. പക്ഷേ നിലവിലെ സാഹചര്യം വെച്ചിട്ടേ ഈ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ആർക്കാണ്ട് സാഹചര്യം ഉള്ളത് എന്തെങ്കിലും അട്ടിമറിക്കുള്ള സാധ്യതയുണ്ടോ? അട്ടിമറിക്കുള്ള സാധ്യത ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതും നമുക്ക് പറയാൻ ഒക്കുന്ന ഒരു സാഹചര്യമല്ല. എങ്കിൽ തന്നെ 3 മുന്നണിയും നല്ല കിട്ട നിൽക്കുകയാണ്. ത്രികോണ മത്സരമുണ്ട്, ശക്തമായിട്ട് നിൽക്കുകയാണ്. എങ്കിലും മുൻതൂക്കം ആർക്കെന്ന് പറയാൻ നമ്മളെ കരുതി പറയാൻ വലിയ പാടാ. ചേട്ടൻ്റെ ഒരു ആഗ്രഹം ആര് ജയിക്കണമെന്നുള്ളതാണ്? എന്റെ ആഗ്രഹം പറയാൻ പ്രേമേന്ദ്രൻ ജയിക്കണം. UDF ജയിക്കണമെന്ന് എന്റെ ഒരു ആഗ്രഹം. നിലവിലെ സാഹചര്യത്തിൽ ചേട്ടന് എന്താ ആഗ്രഹിക്കുന്ന ആര് ജയിക്കണമെന്നാണ്? ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉണ്ടാവുമോ? നിലവിലെ UDF തന്നെ ആയിരിക്കുമോ പോകുന്നത് പാർലമെന്റിലേക്ക്? നിലവിലെ സാഹചര്യത്തിൽ നമുക്കിവിടെ നമ്മുടെ പ്രാദേശികമായോ അല്ലെങ്കിൽ ദേശീയമായോ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ടൊരു ഭരണമാറ്റം എപ്പോഴും ആവശ്യമാണ്. അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ. അതായത് കേന്ദ്രത്തിലൊരു ഭരണമാറ്റം വരണമെന്നാണോ? അതെ. അതായത് NDA സർക്കാർ പോയിട്ട് വേറെ മുന്നണി വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതെ. എന്ന് പറഞ്ഞാൽ ഒരു ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ പ്രതിഫലനമാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നതല്ല. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ആർക്കാണ് ഒരു സ്വാധീനം ഉണ്ടെന്നില്ലെങ്കിൽ ആരാണ് വരേണ്ടത്? തീർച്ചയായിട്ടും NK പ്രേമചന്ദ്രൻ പഴയതുപോലെ തന്നെ വിജയിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സിറ്റിംഗ് ആയിട്ടുള്ള NK പ്രേമചന്ദ്രൻ. അതെ. പുള്ളി പലരുടെയും അഭിപ്രായം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പലരുടെയും അഭിപ്രായം കേട്ടതിന്റെ ഫലമായിട്ടാണ് പറയുന്നത്. ഇപ്പോഴും പുള്ളിക്ക് തന്നെയാണ് മുൻതൂക്കം പലരും പറയുന്നത്. ഇപ്പോഴും സാധ്യതയുള്ളത്. അതെ. അട്ടിമറി സാധ്യതയായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. പിന്നെ BJPക്ക് ഒരു സ്ട്രോങ് സ്ഥാനാർത്ഥിയാണ്. സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ജനസമ്മതന. പിന്നെ മറ്റ് 2 പേരും ഇതേപോലെ തന്നെ ഈ പറഞ്ഞ കണക്ക് കിട്ടാൻ നിൽക്കുന്ന 2, ഒരാളൊരു ഇപ്പോഴത്തെ ഒരു MLA, ഒരാളൊരു MP. 2 പേരും കിട്ട നിൽക്കുക. അതിൻ്റെ ഇടയ്ക്കാണ് ഈ BJPയുടെ സ്ഥാനാർത്ഥി
ശക്തനായ സ്ഥാനം നിൽക്കുന്നത്. അന്നേരം 3 പേരും നമ്മൾ ഒരേ ഒരേ ഒരു പൊസിഷനിൽ നോക്കുക. പിന്നെ BJP വോട്ട് തിരിഞ്ഞ് വന്നില്ലെങ്കിൽ ഈ BJP സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞിൽ നിന്നൊക്കെ നല്ല വോട്ട് കിട്ടും എന്നാണ് നമ്മളെ ഒരു പ്രതീക്ഷ. BJP സ്ഥാനാർത്ഥി ജയിക്കുമെന്നാണോ പറയുന്നത്? ജയിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഈ പറയണ മറ്റിൽ നിന്നും നല്ലൊരു മുൻതൂക്കം ഉണ്ടാവാൻ സാധ്യത BJP സ്ഥാനാർത്ഥി പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ശക്തമായ ത്രികോണ മത്സരമാണോ? അതെ, അതാണോ? എന്നാലും ചേട്ടൻ്റെ ഒരു ആഗ്രഹം ആര് ജയിക്കണമെന്ന് അത്തരത്തിൽ പറയാൻ സാധിക്കും? അങ്ങനെ പറയാൻ പറ്റൂല. ആണോ? കെ പ്രേമേന്ദ്രൻ, മുകേഷ്, കൃഷ്ണകുമാർ ആര് ജയിക്കണമെന്ന് ആഗ്രഹം? ആര് ജയിച്ചാലും പ്രശ്നമില്ല, സന്തോഷം. മുകേഷ്, NK പ്രേമേന്ദ്രൻ, കൃഷ്ണകുമാർ, ഒരു ഇഷ്ടം ആരോടൊപ്പം? ആര് ജയിക്കണമെന്ന് ആഗ്രഹം? ആണോ? അല്ല, ചേച്ചിയുടെ ആഗ്രഹം ഇത് 3 ആരായിരിക്കും നല്ലത് ചെയ്യുന്നതെന്ന് ഇപ്പൊ പറയുന്നില്ല. വോട്ട് ചെയ്യുമ്പോൾ ചെയ്യത്തേ ഉള്ളൂ. ഓക്കെ. എന്താണ് ഈ കാണാൻ സാധ്യത ഉള്ളത്? പ്രേമേന്ദ്രൻ, UDF. എന്തുകൊണ്ടാണ് അദ്ദേഹം തന്നെ ജയിക്കുമെന്ന് പറയുന്നത്? നമ്മളെ ഇപ്പൊ ഇതിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രേമേന്ദ്രനാണ് സാധ്യത. ബാക്കി 2 സ്ഥാനാർത്ഥികൾക്ക് ഒരു സാധ്യതയില്ല, അല്ലെങ്കിൽ ശക്തമായ പോരാട്ടം വോട്ട് പിടിക്കും കുറച്ച് കൃഷ്ണകുമാർ. എല്ലാരും വോട്ട് പിടിക്കും. പക്ഷെ വിജയം UDF-നൊപ്പം. ചേച്ചിയുടെ ആഗ്രഹം പറയാൻ പറ്റുമോ? ആരാണ് ജയിക്കാനുള്ളത്? അറിയത്തില്ല. ചേച്ചിയുടെ മനസ്സാരോടൊപ്പമാണ്? പ്രാർത്ഥന ആരോടൊപ്പമാണ്? ആര് ജയിച്ചാലും നല്ലത്. ആര് ജയിച്ചാലും കുഴപ്പമില്ല. മുകേഷ് ജയിക്കുന്നത് നമ്മളെ ഇപ്പം പോയ വയനാട്ട് MP കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ പോയിട്ട് അവിടെ കേരളത്തിന്റെ ആളുകളാന്ന് പറഞ്ഞു പോയിട്ട് അവർ കേരളത്തിനായിട്ട് ഒരു കാര്യം അവിടെ ചോദിക്കുക പറയുക ചെയ്യുന്നില്ലല്ലോ. ഇവിടുത്തെ പാർട്ടികളുടെ പ്രശ്നങ്ങളും കടമെടുക്കാനുള്ള പൈസ അല്ല, അത് കേന്ദ്ര നിലപാടെടുക്കുന്നത്. ഇവരും അത് തന്നെ നിലപാടെടുക്കുക. ഇവിടെ ഒന്നും കിട്ടാനില്ല, ഇവിടുത്തെ കേരളത്തിൽ ഒന്നും കിട്ടാനില്ലെന്നല്ലേ അവർ പറയുന്നത്. അപ്പം അതിന്റെ കൂടെ ഇവിടെ വന്നിട്ട് കാര്യം ചെയ്യുന്നത്. ഇവിടെ കേരളത്തിലെ ആളുകൾക്ക് വേണ്ടി പോകുന്ന MP ഇവിടെ കേരളത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയല്ലേ കാര്യങ്ങൾ മാറ്റം വന്നിട്ട് LDF പോകണമെന്ന് LDF പോയ മാറ്റം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. എനിക്ക് അങ്ങും പൊങ്കും അറിയാൻ വയ്യാത്ത ഞാനാണ്. എന്താണ് അങ്ങനെ പറയാം? ആണോ? LDF, UDF, BJP, NK പ്രേമേന്ദ്രൻ, മുകേഷ്, കൃഷ്ണകുമാർ ആണോ? എന്നൊക്കെ ഇവിടെ എന്ത് വോട്ട്? എനിക്ക് ജവഹർലാൽ എന്ന് പറയുന്ന കേട്ടു. കൊല്ലം മണ്ഡലത്തിൽ തന്നെയല്ലേ? ആയിരിക്കും. ബാക്കിയൊന്നും എനിക്ക് അറിഞ്ഞില്ല. ഇനി ആരുടെ പേര് ഇല്ല. എന്നൊരു ആഗ്രഹം ഉണ്ടാവും, ഏത് മുന്നണി ജയിക്കണം, വ്യക്തി എന്ന നിലയിൽ ആര് ജയിക്കണം അങ്ങനെ ഉണ്ടാവും? പ്രത്യേകിച്ച് തുറന്നു പറഞ്ഞ രാഷ്ട്രീയമില്ല. ഇല്ല. ആര് ജയിച്ചാലും കുഴപ്പമില്ല. ഇടതുപക്ഷമായിരിക്കോ, UDF ആയിരിക്കോ, BJP ആയിരിക്കോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും പറയാൻ പറ്റൂല. ശക്തമായ ത്രികോണ മത്സരം, ഇഞ്ചോടിഞ്ച് മത്സരം. അതുകൊണ്ട് തന്നെ ആർക്കാണ് ജയസാധ്യത പറയാൻ സാധിക്കും? ഒന്നും പറയാൻ വെക്കുന്ന സാഹചര്യമല്ല ഇപ്പോഴത്തെ സമയം. പേടിച്ചോ? ഭയപ്പെടണ്ട, ജാഗ്രത മതി. ഈ കൊല്ലത്തെ ഇലക്ഷൻ ഉണ്ടല്ലോ, നമ്മുടെ പാർലമെന്റ് ഇലക്ഷൻ ആണല്ലോ എല്ലാ മണ്ഡലത്തിലും. നിലവിലെ സാഹചര്യത്തിൽ കൊല്ലം ആരോടൊപ്പം ആയിരിക്കും നിൽക്കുക? BJP ആണോ, ഇടതുപക്ഷമാണോ, UDF ആണോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ആഗ്രഹം ഇല്ല. ഒരാഗ്രഹവും ഇല്ല. ആര് ജയിക്കണമെന്നില്ല. അങ്ങനെയല്ല. LDF-ന് ആരാ മത്സരിക്കുന്ന അറിയോ? മുകേഷാണ്. UDF-ന് NK പ്രേമേന്ദ്രൻ. BJP-ക്ക് മറ്റേ സിനിമ കൃഷ്ണകുമാർ. അപ്പൊ കുറച്ച് ഏകദേശം ഒരു ധാരണയുണ്ട്. അപ്പൊ നമ്മുടെ ഒരു ആഗ്രഹം തുറന്നു പറയാത്തതാണോ, തുറന്നു പറയാത്തതാണോ? പേഴ്സണലാണ്. നിലവിലെ സാഹചര്യത്തിൽ എന്താ ഒരു സാധ്യത? UDF ആണ്. NK പ്രേമേന്ദ്രനാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹമാണെന്ന് പറയാൻ? ഒരു നിലവിൽ അട്ടിമറിക്കുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നു. വെറുതെ രാഷ്ട്രീയം പറയുന്നതാണ്. അങ്ങോട്ട് അട്ടിമറി ഇല്ല. സാഹചര്യത്തിൽ അട്ടിമറി ഒരിക്കലും പോവില്ല, പോവില്ല. അദ്ദേഹം തന്നെ ആയിരിക്കും ജയിക്കുക. കൊല്ലത്തിന്റെ മനസ്സ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. മുകേഷ്, സഹാവി മുകേഷ്. എന്തുകൊണ്ടാണ് അദ്ദേഹമാണെന്ന് പറയാൻ? അദ്ദേഹം എന്ന് പറയുന്നത് അത് ഒരു വ്യക്തിപരമായ കാര്യങ്ങളൊന്നുമല്ല എങ്കിൽ തന്നെയും, കാരണം നമ്മളെ കഷ്ടപ്പെട്ട് ജീവിച്ച കാലഘട്ടങ്ങളിൽ, അതായത് കൊറോണ കാലഘട്ടങ്ങളിൽ, പിന്നെ ഒരു നേരത്തെ ഭക്ഷണ സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ റോഡിൽ ഇറങ്ങാൻ പറ്റാതെ, സ്വന്തം കുട്ടികളുടെയും പിന്നെ മാതാവിനെയോ പിതാവിനെയോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും പറ്റാതെ, റോഡിൽ ഇറങ്ങാൻ പറ്റാതെ അവസ്ഥയിൽ വന്നപ്പോഴത്തേക്കും DYFIയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ആൾക്കാർ നമുക്ക് ഭക്ഷണം തന്നു. അതുകൊണ്ട് പിണറായി വിജയനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഞങ്ങൾക്കെന്നല്ല, എനിക്ക്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. കാരണം ഒരുപാട് ആഹാരം കഴിച്ചിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അത് മാത്രമല്ല, പിന്നെ ഓരോ ഹോസ്പിറ്റലുകളിലും അവരാണ് ഫുഡ് കൊടുക്കുന്നത്. പിന്നെ BJPയോ കോൺഗ്രസ്സോ ആരും അവിടെ ഒന്നും ചെയ്യുന്നില്ല. ഓരോ ഹോസ്പിറ്റലുകളിലും
കറക്റ്റ് സമയാസമയം ഫുഡ് കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. എൻ്റെ വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്. എൻ്റെ സ്ഥലം ആയൂര്, എൻ്റെ പേര് ബൈജു. ഞാൻ ഒരിക്കലും പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കല്ലാതെ മറ്റൊരാൾക്കും കൊടുക്കില്ല. എൻ്റെ വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്. എന്താ കുഴപ്പമുണ്ടോ? അതുകൊണ്ട് മുകേഷ് ജയിക്കും. മുകേഷ് ജയിക്കൂല്ലയോ അതെനിക്കറിയണ്ട. നമ്മുടെ മനസ്സ് പറയുന്നു അങ്ങനെ ചെയ്യും. ഇടതുപക്ഷം ഉറപ്പാണ് എന്നാണ് എൻ്റെ ഒരു ചിന്ത. നടക്കുന്നെങ്കിൽ നടക്കട്ടെ. പ്രേമേന്ദ്രനാണെങ്കിൽ പ്രേമേന്ദ്രനെയാണ് ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ പ്രേമേന്ദ്രൻ വിജയിക്കട്ടെ. നമുക്കതൊന്നും വിഷയമല്ല. പക്ഷെ എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യും. തൊഴുതിട്ട് തുടങ്ങാനാണോ അതോ ഇല്ലെന്നാണോ? ഓടിപ്പോവാ ഞങ്ങളുടെ ഉണ്ടാതെ സമയങ്ങളെ അങ്ങ് തട്ടിയാട്ടി വരെ പോണം. കൊല്ലത്താര് ജയിക്കും. അമ്മയുടെ ആഗ്രഹം